എന്തോ കാണിക്കാൻ വേണ്ടി നിൽക്കുക എന്തായാലും എനിക്ക് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് അറിഞ്ഞോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ നീയൊക്കെ ഈ പമ്പിൽ നമ്മളെ മാത്രം അടിക്കുന്നുള്ളല്ലേ ചോദിക്കാൻ പറഞ്ഞോടാ വാടാ വന്ന് ചോദിച്ചിട്ട് പോന്നി എന്താ വെയിലുണ്ടോ? വെയിലല്ല പിന്നെ ചൂട് അല്ല തണുപ്പ് ചൂടെടുക്കാൻ ഒന്നും മുണ്ടൽ പോലില്ല മുണ്ടല ഡെയിലി ലൈവ് വരുമല്ലോ ബിഗ് ബോസിലെങ്കിലും ഡെയിലി കാണാൻ വേണ്ടി വോട്ട് തരും സ്റ്റെഫിൻ മാത്യു ആണല്ലേ ഞാൻ ടി വി എ ലീഡർ ഗ്യാങ് അവിടെ ഉണ്ട് ഗ്യാങ് ടാഗ് ഉണ്ട് എന്തെങ്കിലും ഒന്ന് കൺഫേം ചെയ്ത് നോക്കിക്കോട്ടെ ഞാനെല്ലാം ഒന്ന് എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ ഇതാകുന്നൊക്കെ ഒന്ന് കൺഫേം ചെയ്തോട്ടെ ഹലോ സുഹൃത്തെ ഞാൻ പറയുന്നത് കേക്കാവോ? ഞാൻ പറയുന്നത് കേക്കാവോ സുഹൃത്തെ? ഓക്കെ നന്ദിയുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഓക്കെ എന്റെ പേര് പരുന്തു വാസു ബ്രോ. ബ്രോയുടെ പേരെന്താ? ജെറി. ഓക്കെ ആ അതെ 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 കുറച്ചാളില്ലേലും ആൾക്കാരൊക്കെ ഓർത്തിരിപ്പുണ്ട് അത് മതി. ക്ലോസ്ഡ് ആണ് ഇപ്പൊ കറന്റ്ലി. ഒന്നും തോന്നില്ല എല്ലാരും ചോദിക്കാറുള്ള. ഹലോ ഗ്യാങ് ഡ്രസ് ഗ്യാങ് മെമ്പേഴ്സ് എല്ലാരും അവിടെ അല്ല ഞാൻ ഇവിടെ ഉള്ളത് എങ്ങനെ അറിഞ്ഞ? നമ്മള് വന്ന വഴി ഈ വണ്ടി കാണാനല്ലേ ഉള്ളന്നാ. ഓ ഈ വണ്ടി എനിക്ക് മാത്രമേ ഉള്ളല്ലേ? ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചടാ. ഞാൻ മറ്റേ 2 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ കണ്ണി കണ്ട് അപ്പോഴാ എന്റെ മനസ്സിൽ പെട്ടെന്ന് എനിക്ക് എന്താ അല്ലടാ ഞാൻ പെട്ടെന്ന് തെറ്റിദ്ധരിച്ചേ. ഞാൻ വിചാരിച്ചു നിങ്ങൾ മെറ്റ അടിച്ച് വന്നതായിരിക്കും. ഞാൻ നിങ്ങളെ ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടി വരുമായിരുന്നു ഞാൻ. അതൊക്കെ പണ്ടല്ലായിരുന്നു അണ്ണാ. ഒരു സെക്കൻഡ് എടാ ഞാനൊന്ന് റേഡിയോ കയറിക്കോട്ടെ. പിന്നെന്താ എന്താ ആശുപത്രിയിൽ എന്താണ് കാണിക്കുന്നത്? സെക്കൻഡ് ഒക്കെ ഇടുന്നു. ഇത്രയും പേരുണ്ടായിരുന്നല്ലേ ഇവിടെ? പിന്നെ കണ്ടില്ലായിരുന്നോ? പേരെന്താ? എന്റെ പേര് പരുന്തു വാസു. പിന്നെ പരസ്പരം ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ പറയണം. എനിക്കറിയത്തില്ല കൊറേ നേരമായിട്ട് ഇങ്ങനെ പയ്യൻ എന്തോ കാണിക്കാൻ വേണ്ടി നിൽക്കുക എന്തായാലും എനിക്ക് കാണിക്കാൻ നിൽക്കുവാണോ? ഓക്കെ അങ്ങനെ തന്നെ കൊട്ടടാ കൊട്ടടയുടെ പോയി കൊട്ട പിള്ളേരെ അങ്ങനെ തന്നെ കൊട്ടടാ കൊട്ടടയുടെ പോയി മതി എടാ എനിക്കെന്തോ കേക്കണെന്നറിയോ? എന്താണ് കൊട്ടട പിള്ളേരല്ല കൊട്ടട പിള്ളേരെ അയ്യോ അങ്ങനല്ല ഇത് ഇൻസൾട്ട് ചെയ്യാൻ വേണ്ടിട്ട് അറിഞ്ഞോണ്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നല്ലേ നീയൊക്കെ? അല്ലണ്ണ അതല്ല ഇത് കൊട്ടടാന്നാണ്. എന്താ കൊട്ടടാന്ന് അങ്ങനെ ആണല്ലേ? എടാ ഈ ഡ്രസ്സിന്റെ ഒക്കെ നമ്പർ അറിയാവുന്ന ഒരുത്ത എന്റെ കൂടെ കയറി വിവരമുള്ള ഒരുത്തൻ കുറച്ച് സമയം എടുക്കുക കയറാൻ. സത്യം ഞാനും അതൊക്കെ കേട്ടത്. ഞാനത് കേട്ടെ കേറിയ. ഹലോ ഹലോ സാർ ഇത് ആര്? കോച്ച് സുഖമല്ലേ? സുഖമാണ്. ഇല്ലാതെ ரொம்ப മിസ്സിംഗ് ആയിരിച്ചു. ഒരാളെങ്കിലും പറഞ്ഞല്ലോ. നമ്മള് മിസ് ചെയ്ത നമ്മളെന്തോരം പറഞ്ഞ. അയ്യോ കൊച്ചു. ഹലോ കുട്ടി എന്തെങ്കിലും പറ്റിയോ? കുഴപ്പമുണ്ടെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. തോക്കൊക്കെ എടുത്തിട്ടാ വന്നാരം പോയി. ഇത് ആര്?
അണ്ണാ കോട്ട് സൂട്ടൊക്കെ എടാ ഞാൻ കോട്ട് സൂട്ട് ഇട്ടാണ് അന്നൊരു പരിപാടിക്ക് വന്നിട്ട് പോയതാണേ. ശ്രദ്ധിക്കണ്ട, ചെറുതായിട്ട് ശ്രദ്ധ പോയ എന്റെ ശ്രദ്ധ പോയ. ഹലോ പരിപാടി വേണ്ടില്ല. ഹലോ ഇതല്ലേ 1317 അതിന്റെ ഫ്രണ്ടിലോട്ട് പോകണം. 1317 317 ഫ്രണ്ടിൽ പോകണം. അത് നമ്മുടെ ആ ഹുഡി ഫ്രണ്ടിൽ, അതിന്റെ ഫ്രണ്ടിൽ ഹുഡിയാ. നമ്പർ ബാക്കിലെ സേവ് ഔട്ട്ഫിറ്റ് ടിവി ഗ്യാങ് സേവ് ഡ്രസ് സേവ് ആയല്ലോ. ആ ഇരിക്കട്ടെ. പാന്റ് പിന്നെ മാറ്റാം. ആ വാ എല്ലാരും ഗ്യാങ്സിലോട്ടോ. പാന്റ് പിന്നെ മാറ്റാം ഗൈസ്. പാന്റ് നല്ലൊരെണ്ണം സെലക്ട് ചെയ്യണം. അത് ഇന്ന് ഇവിടെ നിന്നാ വെറുതെ ഒരുപാട് ടൈം പോകും. അയ്യോ வாசு எனக்கு கொஞ்சம் கணக்கு இல்ல எல்லாரையும் எத்தனை கிரைம் செய்து நிறைய பேரு காசு கடன் மேடிக்கிறாங்க வாசு, அது மட்டும் நான் சொல்றேன். கடன் പണിക്ക് എടുക്കുന്നതല്ല, കാശ് കടം കേൾക്കുന്നത്. കാശ് കടം മേടിക്കുന്നവർക്കൊക്കെ ഇന്നേ ഒരു സാധനം വെച്ചിട്ടുണ്ട്. വെയിറ്റ് എല്ലാം കള്ളന്മാരാണ്. നിങ്ങളുടെ ആരെങ്കിലും കയ്യില് വെള്ളം, ഫുഡ് മുതലായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തന്നൊന്ന് സഹായിക്കണേ. ഞാൻ കുറച്ച് ദിവസം സിറ്റിയിൽ വന്നിട്ട് വണ്ടിയിൽ വെക്കാം. വണ്ടിയിൽ ഒരു മിനിറ്റ് ഒന്ന് നോക്കട്ടെ എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ. ക്യാപിച്ചീനോ യൂസ് 5 തായ് നൂഡിൽസും ക്യാപിച്ചീനോ ഉണ്ട്. വണ്ടിയിലുണ്ട്. വണ്ടിയിൽ തായ് നൂഡിൽസ് ക്യാപിച്ചിനോ വേണ്ട, എന്റെ ഉണ്ട് ഇഷ്ടം പോലെ. ഇല്ല ക്യാപിച്ചിനോ വേണ്ട. വനാ ബ്രോ താങ്ക് യു സോ മച്ച് ഫോർ 10 സബ്സ്ക്രിപ്ഷൻ. വനാ ബ്രോ ആർമർ ഹെൽത്ത് എല്ലാം ഉണ്ടോ? ആർമർ ഹെൽത്ത് ഒക്കെ വന്നോ ഇവിടെ? ഞാൻ നമ്മളെ പമ്പ് ഇവിടെ ഉണ്ടോ അതോ ചന്ദ്രൻ ആർക്കെങ്കിലും മറിച്ച് വിറ്റോ എന്നൊന്നും അറിയാൻ ജസ്റ്റ് ഇവിടെ ഒരു കാണാൻ വേണ്ടി മാത്രം വന്നതാ. നമ്മുടെ പമ്പിൽ നിന്ന് ഇതുവരെ ഒരു തുള്ളി പെട്രോൾ എനിക്കൊന്നും അടിക്കാൻ പറ്റിയില്ലേ. ജസ്റ്റ് ഒന്ന് അടിച്ചിട്ട് പോട്ടെ ഒരു സന്തോഷത്തിന്. സത്യത്തിൽ നമ്മൾ മാത്രം പമ്പിൽ നിന്ന് അടിക്കുന്നുള്ള ഒരു വിവരം കിട്ടി. ആണല്ലേ? ലാഭമില്ല. ഈ പമ്പിൽ നമ്മൾ മാത്രം അടിക്കുന്നുള്ളല്ലേ? ഇത് 100 കോടി. ഞാൻ കാര്യമില്ല, നമ്മുടെ പമ്പിൽ നിന്ന് നമ്മുടെ കൂട്ടത്തിലുള്ളവരെങ്കിലും അടിക്കണടാ. ഒരു റിക്വസ്റ്റ് ആണടാ. അണ്ണ ഇതുവരെ എത്ര കോടി ഇവിടെ ഉണ്ടായെന്നറിയോ? എത്ര? ടോട്ടല് 10 കോടി. അന്ന് ചന്ദ്രൻ പറഞ്ഞ വിളിച്ചെടുത്തതിന് ശേഷം ഇത്രയും നാൾ ഇതിൽ നിന്ന് കിട്ടിയത് 10 17 കോടി ചന്ദ്രൻ ഒന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നഷ്ടമായി. സത്യമാണോ ഇത്? ബ്രോ ഗൈസ് ഞാൻ നിങ്ങളെ ഒരു ബ്രോയെ കാണിച്ചു തരാം. ഈ ബ്രോയെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? OG ഗെയിമേഴ്സിനൊക്കെ അറിയാം ഈ ബ്രോയെ അറിയാമോ ഗൈസ്? ഹലോ ഗൈസ്. പെരിയ PMC ഒക്കെ കളിച്ച പ്ലെയറാ. ചെറുതായിട്ട് PMC ഒക്കെ കളിച്ച പ്ലെയറാ. ഇപ്പൊ റിട്ടയർഡായി. ഇപ്പൊ ഇവിടെ ദേവുട്ടനെ ഒക്കെ നോക്കി ഇവിടുത്തെ ദേവുട്ടന്റെ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്ത് ഇങ്ങനെ പോളും. PMC ഒക്കെ കളിച്ചോണ്ടിരുന്ന പയ്യനാണ്. എടാ അത് അവിടെ വെച്ചിട്ടുണ്ട്. ലെവൽ എക്സ് ഓ അതൊക്കെ ഒരു കാലം അല്ലേ? ഹലോ എന്താ ബ്രോ പറഞ്ഞു? കുഴപ്പമില്ല. ബംഗാളിപ്പടിയാണോ? പിന്നെ ചെറുക്കനിവിടെ ഫുൾ ടൈം ഇപ്പൊ
നമ്മുടെ കൂടെയാ. ക്യാഷ് ബാങ്കിലിടാം, ബാങ്കിലിടണം. ആ പറയടാ. RDR മൊബൈലിൽ വന്നു. അടിച്ചു വന്നായിരുന്നു കുറച്ച്. ആരുമായിട്ട്? KVP പക്ഷെ അവന്മാര് ചോദിക്കാൻ വന്നിട്ടില്ല, നമ്മൾ അടിച്ചു വന്നായിരുന്നു. ഞാൻ KV വരെ കേട്ടുള്ളൂ കേട്ടാ. ബാക്കിയില്ല KVP ചോദിക്കാൻ പറഞ്ഞോടാ, വാടാ വന്ന് ചോദിച്ചിട്ട് പോന്നി. ചോദിക്കണോ നീ? വാടാ, വാ തിരിച്ചു റിവേഴ്സ് വാ, ചോദിച്ചിട്ട് വാ. വാ ചോദിക്കണോ? ആ വരട്ടെ. വാ. എടാ വേണ്ട, SRR ആയിട്ട് സിറ്റുവേഷൻ എടുക്കണ്ട. അവർക്കൊരു ഒരു സെക്കൻഡ് ഞാൻ കാര്യം പറയട്ടെ. SRRലെ ഒരു OG പ്ലെയർ ഞാൻ ലൈവ് വരാതിരുന്ന സമയത്ത് റീസെന്റ് SRRലെ ഒരു പയ്യൻ മരിച്ചു പോയായിരുന്നു. ഒരു OG പ്ലെയർ ആയിരുന്നു SRRലെ. പുള്ളിയുടെ ക്യാരക്ടറിന്റെ പേര് ഷിബു PP എന്നായിരുന്നു തോന്നുന്നു കേട്ടോ. ഷിബു PPയോ പുള്ളിക്കാരൻ മരിച്ചു പോയായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ ഇടയ്ക്ക് ലൈവും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഇതിനകത്ത് പറയാനും പറ്റിയില്ല. ആക്സിഡന്റ് എന്തോ ആയിരുന്നെന്നാണ് തോന്നുന്നത്. എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. SRR എന്തോ ആക്സിഡന്റ് എന്തോ ആയിരുന്നെന്ന് തോന്നുന്നത്. സോ അത് നമ്മളൊന്ന് മെൻഷൻ ചെയ്യുന്നു. റെസ്റ്റ് ഇൻ പീസ് ബ്രദർ. സോ അൺഫോർച്ചുനേറ്റ്. ആക്സിഡന്റ്. ദുബായിലെ PC ഇപ്പോഴും ഉണ്ടാവാ. അത് അതിനകത്തല്ലേ ജീന ചേച്ചി കളിക്കുന്നത്. ഗർവാസി സാക്ഷാൻ പിന്നെ ഏതിനകത്താ കളിക്കുന്നത്? വാടാ അതോട്ട്. ഈ മുച്ചിറി ബ്ലേസ് ഇവിടെ ഉണ്ടോ? ഹലോ, ഉണ്ട്. എവിടെ ഉണ്ട്? മുതുക്കില് ഗ്യാങ്കോസിൽ വരാൻ പറഞ്ഞത് കേട്ടായിരുന്നോ? കേറി എത്രയാ? നീ ഒന്ന് ഗ്യാങ്കോസിലോട്ട് പെട്ടെന്ന് ഗ്യാങ്കോസിന്റെ ഫ്രണ്ട് വാ. ഞാൻ 10 വരെ ഉണ്ട്, അതിന് മുമ്പ് പറഞ്ഞേ. എന്നാ 50 വരെ ഉണ്ടാവേ. ഇതാര്? ഹലോ അപ്പാ കേക്കോ? അയ്യോ പിന്നെ ഹുഡി ഞാനും ചന്ദ്രനല്ല ഇടുള്ളൂ. വേറെ എന്തായാലും ചന്ദ്രനായിട്ട് തോന്നില്ലല്ലോ എന്നെ കണ്ടാ. ബാബുന് ഹുഡിയുടെ അധികാരം ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ അപ്പാപ്പനെ? ഉണ്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. ടെലിപ്പോർട്ട് ചെയ്ത് വന്നത് ഞാൻ ജസ്റ്റ് മിസ്സിന് കണ്ടെത്താ. ലൈവിലൊന്നും പിന്നായ പോലെ കണ്ട് ടെലിപ്പോർട്ടല്ല, ഞാൻ സിറ്റിലോട്ട് കേറിയതേ ഉള്ളൂ. ആണല്ലേ, സ്പോൺ ആയതായിരുന്നല്ലേ? ഓക്കെ. എന്റെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞു. 45, 46, 47, 48, 49, 50. എവിടെ ഓടടിയാ? അപ്പൊ ഒരു ഇതായി വരുന്നേ. നീ ഗ്യാങ്സിന്റെ ഫ്രണ്ടില് വണ്ടി നിർത്തണേ. HF ഹോൾ ഡൗൺ. എടാ HF ഇപ്പൊ ഇവിടെ ഗ്യാങ് ആണോ? ഓടാ. അല്ല അവന്മാരിപ്പോ ഗ്യാങ് ആണോ ഇവിടെ വീണ്ടും? ഹലോ ഹലോ, എന്താ വെയിലുണ്ടോ? വെയിലല്ല, പിന്നെ ചൂട്. ചൂടത്തെ തലക്കൂടെ തുണിയിട്ടേക്കണ? അല്ല, തണുപ്പ്. ചൂടെടുക്കാൻ വേണ്ടിട്ടിരിക്കണ? എടാ നിന്നെ ഞാൻ അന്ന് ഒരു കാര്യത്തിന് വിളിച്ചത്, അത് കഴിഞ്ഞിട്ട് നിന്നെ ഞാൻ കണ്ടിട്ടില്ല. നീ എപ്പോഴും ഉണ്ടാവുന്നല്ലോ. ഞാൻ എപ്പോഴും ഉണ്ടാവും. ചോദിച്ചോക്കെ പറയല്. എപ്പോഴും ഉണ്ടാവും. കോച്ചിന് എടാ ഇവ എപ്പോഴും ഉണ്ടോടാ സിറ്റിയില്? നിന്റെ അടുത്തല്ല. ഹരി, നീല നീ പറ. നീലനെക്കാട്ട് കൂടുതൽ ഞാണ്ട്. നീലനെക്കാട്ട് കൂടുതൽ ഇവിടെ ഉണ്ടോ? എപ്പോഴും ഉണ്ടോ? കുറുപ്പിനൊന്നും കാണലേ ഇല്ല. കുറുപ്പിനെ കാണലേ ഇല്ലെന്നോ?
പിന്നെ ഈ രാത്രി പെണ്ണ് പിടിക്കാൻ വരുന്നവനൊക്കെ എങ്ങനെയാണ്? ഞാൻ പെണ്ണ് പിടിക്കാൻ പോയില്ല. ആ സിഗ്മ ആ തീരെ കളിക്കാൻ പോയില്ല. സിഗ്മ നീ സിറ്റിയിൽ പിണ്ടാത്ത പെണ്ണുങ്ങളില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാടാ. ഇല്ല ഞാൻ ആരിലും മുണ്ടലില്ല. പെണ്ണുങ്ങൾ മുണ്ടൽ പോലില്ല. മുണ്ടലല്ല മിണ്ടൽ. ഒരാളുടെ അടുത്ത് സംസാരിക്കുക മിണ്ടുക എന്നാണ് പറയുന്നത്. മുണ്ടലല്ല പറയണം. മിണ്ടൽ. മിണ്ടൽ അങ്ങനെ തന്നെ പറ. മൊത്തത്തിലൊരു വശപശമുണ്ട് നിനക്ക്. ഇല്ല ഞാൻ അങ്ങനത്തെ ആളല്ല. അങ്ങനത്തെ ആളല്ല, നിനക്ക് മൊത്തത്തിലൊരു കള്ള ലക്ഷണമുണ്ട്. ഏയ് ഞാൻ ഗ്രൈൻഡ് ജോബ് ഗ്രാൻഡ് ഫണ്ട് കൊടുക്കണ്ടേ? എത്ര രൂപ ഗ്രൈൻഡ് ചെയ്തിപ്പോ? 14 CR. പരിസരത്ത് കണ്ടിട്ടില്ലേ? 14 CR. സാർക്ക് ഇന്നലെ രാത്രി നീ ഇന്ന് വെളിയോട്ടിറങ്ങിയേ? നിന്നെ കണ്ടോട്ടെ നിന്നെ ഒന്ന്. സുഖാണോ? ഭയങ്കര സുഖമുള്ളവർക്കൊക്കെ വലിയ പ്രശ്നം വണ്ടിയിൽ ഇടിയോടി അറിയാലോ. ഇങ്ങനെ എന്തെങ്കിലും പറയാൻ മാത്രമേ വാതറക്കുള്ളൂ എനിക്ക് അറിയാലോ. ഞാൻ അതാണ് അതൊന്ന് ഇറങ്ങിയെന്ന് പറഞ്ഞേ. താഴോട്ട് ആ ചൂടാറുന്നതിന് മുമ്പേ അതൊന്ന് കേൾക്കാൻ വേണ്ടിട്ടാണ് ഇറങ്ങാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഹാപ്പി അല്ലേ അണ്ണാ? ഞാൻ ഹാപ്പിയാ. ഇപ്പൊ SR ആയിട്ടുള്ള പ്രശ്നം തീർക്കണം. ഇപ്പൊ 2 വണ്ടിയാണ് എന്നെ ഇടിച്ചത്. ഓ അതല്ലേ എന്താണ് അത് വർത്താനം? അത് അതെ 25 പേര് കേറിട്ടുണ്ട്. വരുത്തില്ല കേട്ടോ. ആരാ 25 പേരോ? ഓ എനിക്ക് ഇൻഫ്ലുവൻസർ B ആണ്. ഞാൻ അങ്ങോട്ട് ഇറങ്ങണേ. എനിക്കൊരു ചെറിയ തലയിറക്കം. എനിക്കിതൊന്ന് സമാധാനം പറയാൻ വയ്യേ. വർഷങ്ങൾക്ക് ശേഷം വന്ന് ക്യാരക്ടർ ഇട്ടിട്ട് അന്ന് തന്നെ അടിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ നന്ദന എന്താ നീ ഇപ്പൊ ഭയങ്കര റൊമാൻറ്റിക്. റൊമാൻസ് മാത്രമേ ഉള്ളൂ, പെണ്ണ് സെറ്റ് ആയിട്ടില്ല ഇതുവരെ. ഇവന് മാത്രം, ബാക്കി എല്ലാവർക്കും ആയി. റൊമാൻസ് പാട്ടെല്ലാം ഉണ്ട്, പക്ഷെ അവൾക്ക് സെറ്റ് ആവുന്നില്ല ഇതുവരെ. റിലേഷൻഷിപ്പിന്റെ പേരല്ല. ഞാനൊക്കെ സിംഗിൾ ആയിട്ട് നടക്കുക. ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പ് ആയി. എടാ നീ ഞാൻ എപ്പോ സിറ്റിയിൽ വന്നാലും നീ സിംഗിൾ ആണെന്ന് പറയും. പക്ഷെ ആഴ്ച നീ ഓരോ പെണ്ണുങ്ങളുടെ കൂടെ കപ്പിൾ RP എന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉണ്ടാക്കിയിടും. അന്നേരമാണ് ഞാൻ അറിയണത് സിറ്റി വരുന്നുണ്ടെന്ന് പോലും. അന്ന് ഞാൻ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് അങ്ങ് ബ്രേക്കപ്പ് ആയി പോകുന്നല്ല. അതല്ലേ പ്രശ്നം. അങ്ങോട്ടൊരു അകത്തോട്ടോ ഒരാഴ്ച ഓടിക്കാനെങ്കിലും കിട്ടുന്നത്. എനിക്കതും ഇല്ല. ഇവിടെ പറഞ്ഞ വണ്ടി നിരത്തിയിട്ടൊക്കെ കണ്ടില്ലേ നീയൊക്കെ? കണ്ണാപ്പി അറിഞ്ഞോ? അവൻ എന്തെന്ന് അറിഞ്ഞൂടാ. ഇതാരാ തലയിൽ ഈ ബൊമ്മ വെച്ചിരിക്കണേ? ഹലോ, അവന്റെ പുതിയ ബുദ്ധിയാണ്. ഹെഡ് വെടി കൊള്ളത്തില്ലെന്നൊക്കെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ. നിന്നെയൊക്കെ ഇങ്ങനെ കാണുമ്പോ എനിക്ക് വിഷമം വരുന്നടാ സത്യം പറയാനുള്ള. എന്നോട് SMG ബോയ്സ് പറഞ്ഞത് നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള തലയൊക്കെ ഉള്ള ഒരു പ്ലെയർ ആണ്. വലിയ തലയാണ്. വലിയ തലയാ. നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നല്ല എല്ലാ മൊത്തത്തിൽ ഷൂസൊക്കെ കണ്ടാണ്. പയ്യനെ ഒന്നും പറയാനില്ല. അതാരടാ അവിടെ വിഷമിച്ച് ഇങ്ങനെ കുത്തിയിരിക്കുന്ന തല താത്തി? ഡോർക്കി എന്ത് പറ്റി? ഡോർക്കി എന്റെ സീറ്റിലിരുന്ന് ഇച്ചിരി നീരുന്ന് എനിക്കൂടെ ഇരിക്കായിരുന്നല്ലോ. നിന്റെ കൂടെ ഒന്നെടുത്താ ഒന്ന് ഫ്രീ എന്ന് പറഞ്ഞൊരു സാധനത്തിൽ ഒട്ടിച്ചു അപ്പാപ്പൻ ഏതാ? മനസ്സിലാവാൻ മാസ്ക് വെച്ചേ ഹെൽമെറ്റ്